എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇപ്പം നൂഡിൽസൊക്കെ ചോദിച്ച് കരയുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു റെസിപ്പി ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഞാൻ തയ്യാറാക്കി നോക്കിയ സമയത്ത് എനിക്കത് ശരിയായി വന്നില്ല, ഫ്ലോപ്പായിപ്പോയി. അത് ഞാനൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ വീണ്ടും അതിൽ ഒന്ന് ഫ്ലോപ്പ് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി മാറ്റങ്ങൾ വരുത്തി ചെയ്യുമല്ലോ. അങ്ങനെ മാറ്റം വരുത്തി ചെയ്തപ്പോഴാണ് എനിക്കിത് സക്സസ് ആയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫ്ലോപ്പായി പോവില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയിട്ട് ഒരു പകുതി കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആദ്യം ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെയ്തപ്പോൾ തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. കാരണം നമ്മൾ ചൂടോട് കൂടി തന്നെ ഇത് കുഴച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് ആ തൊലി കളയലൊരു ബുദ്ധിമുട്ടായി തോന്നി ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ തൊലി ഒഴിവാക്കിക്കോളൂ കേട്ടോ. തൊലി ഒഴിവാക്കിയിട്ട് ഇതുപോലെ 2-3 കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം. ഒന്ന് പുഴുങ്ങിയിട്ട് ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്നൊരു സ്റ്റെയിനറിലോട്ട് മറിച്ചിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടിയും അതുപോലെ കോൺഫ്ലോറും. അപ്പം 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ചൂടോട് കൂടി തന്നെ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത സമയത്ത് പൊട്ടാറ്റോ ഞാൻ തൊലി കളയാതെയാണ് പുഴുങ്ങിയത്. അപ്പോൾ ആ തൊലി എടുത്ത് വന്നപ്പോഴേക്കും പൊട്ടാറ്റോൻ്റെ ചൂട് കുറച്ച് ആറിക്കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ പൊടിയിട്ട് കുഴച്ച സമയത്ത് ശരിക്കും അങ്ങോട്ട് റെഡിയായി വന്നില്ല. അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുഴുങ്ങിയപ്പോൾ പൊട്ടാറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങി ഒപ്പം തന്നെ സ്റ്റെയിനറിലോട്ട് മറിച്ചു. ആ ചൂടോട് കൂടി തന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടു. അപ്പോൾ തന്നെ അതിലോട്ട് അരിപ്പൊടിയും കോൺഫ്ലോറും ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാഷ് ചെയ്യുന്ന എന്തെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പൊട്ടാറ്റോ നല്ല പോലെ ഉടഞ്ഞു വരികയും ചെയ്യും. നമ്മുടെ അരിപ്പൊടി നല്ല ശരിക്കും അങ്ങോട്ട് റെഡിയാവുകയും ചെയ്യും. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന സമയത്ത് ചൂടോട് കൂടി തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിക്കണമല്ലോ. അപ്പോഴാണ് ഇടിയപ്പമൊക്കെ ഒന്ന് ശരിയായി വരിക. അപ്പോൾ ആ ഒരു ചൂടുള്ള ആ ഒരു ഇതിലോട്ട് തന്നെ നമുക്ക് അരിപ്പൊടിയും കോൺഫ്ലവറും ചേർത്ത് കൊടുക്കണം. ഇത് നല്ല പോലെ കുഴച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് ആവിയിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്റ്റീമർ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീമറിൻ്റെ അടിയിലിട്ട് കൊടുക്കാനായിട്ട് ഒരു വായിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിക്ക് പാകത്തിലായിട്ട് നമുക്കിതൊരു കത്രിക വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റീമറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇത് ചെയ്ത സമയത്ത് നമ്മൾ ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് രാവിലെ ആ കുട്ടികൾ പോകുന്ന ആ തിരക്കിൽ ഞാനിത് എടുക്കാൻ കുറച്ച് ടൈം വൈകിപ്പോയി. അപ്പോൾ അതിൽ അങ്ങോട്ട് കലങ്ങിപ്പോയി, വേവ് കൂടിപ്പോയി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഇത് ആവിയിലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്കിത് ഇത്ര പോലെ വലുപ്പമുള്ളൊരു ബോളുകളാക്കിയതിന് ശേഷം ഈ ഒരു കുപ്പി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒരു കൂണിൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കാം, മഷ്റൂമിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഇതിന് പേര് തന്നെ മസാല മഷ്റൂം എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതുപോലെ ചെറിയ ബോളുകളാക്കി വെക്കുക. നല്ലപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ബോട്ടിലിൻ്റെ ഈ ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ ഷേപ്പാക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഒരു ഓയിലൊന്ന് തടവി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് മതിയാവും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതുപോലെ പാകത്തിനുള്ള ബോളുകളാക്കി വെക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് സെൻട്രലായിട്ട് ഈ കുപ്പി കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു പകുതി ഭാഗം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീമറിലും മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 8-10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അതിൽ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം പൊട്ടാറ്റോ ഒക്കെ വെന്തതാണല്ലോ. പിന്നെ അരിപ്പൊടിയുടെ ഒരു ഭാഗമല്ലേ വേവാനുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ഇതേ ഷേപ്പിലാക്കി വെക്കാം. അപ്പോൾ ഇത് അപ്പത്തിന് ഒരു 9 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്തതും കൂടി വെച്ചിട്ട് അതും കൂടി ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 10 മിനിറ്റ് തന്നെ വേണ്ട, ഒരു 7-8 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. കാരണം നമ്മൾ പൊട്ടാറ്റോ ഒക്കെ വേവിച്ച് വെച്ചതാണല്ലോ. അപ്പോൾ നമ്മളിത് ഷേപ്പ് ഔട്ട് ആദ്യം എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തപ്പോൾ ഒന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല
ടെമ്പറായിട്ട് തന്നെ ഉണ്ട്, ഷേപ്പ് ഔട്ടൊന്നും ആവുന്നില്ല, നല്ല നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒന്നും ആയിട്ടില്ല. ഫസ്റ്റ് അങ്ങനെ ഒന്ന് പോയ സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഷേപ്പ് ഔട്ട് ആവുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വായിലൊക്കെ വെച്ച് കൊടുത്തത്. പക്ഷേ വായിലിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് അടിയിൽ പിന്നെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ശരിക്കും ഈ ഒരു സ്റ്റെയിനറിൽ തന്നെ കുറച്ചൊന്ന് ഒരു ഓയിൽ തടവി കൊടുത്തിട്ടൊന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ വായിൽ വെച്ചതുകൊണ്ട് നമുക്കൊന്നും കൂടി പേടിയില്ലാതെ എടുക്കാൻ പറ്റി. പൊട്ടാറ്റോ ഒക്കെ വെന്തതായതുകൊണ്ട് ഇനിയിപ്പോൾ ഒട്ടിപ്പിടിക്കുക എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം ഈ ഒരു വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെളുത്തുള്ളി നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ മുളക് പൊടി കരിഞ്ഞു പോകും അല്ലെങ്കിൽ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ സോസ് ആയാലും കുഴപ്പമില്ല. ഏകദേശം 2-2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു സോസിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ല പെട്ടെന്ന് തന്നെ കഴിക്കും. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു മസാല നമുക്ക് ആ ഒരു സമയത്ത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലേക്ക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, മഷ്റൂം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അടച്ചു വെക്കുന്നത്. ഈ മഷ്റൂമിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കുന്നത്. 5 മിനിറ്റിന് ശേഷം വിളമ്പിയാൽ മതി കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു വിഭവം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കുട്ടികളൊക്കെ കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതുവരേക്കും കാണാത്തൊരു റെസിപ്പിയാണ്, ഒരുവിധ ആളുകളൊന്നും ചെയ്ത് നോക്കാത്ത ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പുതിയ ടേസ്റ്റ് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കട്ടോ. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.